കുട്ടിയുടെ തല വന്നത് 2:30 മണിയായപ്പോഴാണ് തല പുറത്ത്. അപ്പുറം നേരെ എന്നെ വയറുമ്മ ചെയ്യാൻ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എന്നെ തല്ലുകയും ചെയ്തു. ഈ ഡോക്ടറും അവിടെയുള്ള സിസ്റ്റർമാരെന്നെ എന്ന് വെച്ചാൽ ഞാൻ അനങ്ങണമെന്ന് പറഞ്ഞാൽ എനിക്ക് തുടക്കിട്ട് ഒറ്റ അടി. ഈ വേദനയും ഈ അടിച്ച വേദനയും കൂടി ഞാൻ സഹിക്കേണ്ടി വന്നു അതിൻ്റെ ഉള്ളിൽ കിടന്ന്. ഞാൻ ICU കയറി എന്നെ കയറ്റി കാണിച്ചപ്പോഴാണ് ഞാൻ കാണുന്ന കാഴ്ച. കൊച്ച് നല്ല ആരോഗ്യമുള്ള കൊച്ചി. ഇവനെ നോക്കുമ്പോൾ ഇങ്ങനെ മൊത്തം വയറ് അതൊക്കെ പെടുത്തി കിടത്തിയാണ്. അപ്പോൾ ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചോര ഒലിക്കണം. നൗഫിയയ്ക്കും നവാസിനും തീരാവേദനയായി മകൻ മുഹമ്മദ് നിഹാൽ ഈ കിടപ്പ് തുടങ്ങിയിട്ട് വർഷം 10 ആകുന്നു. ജനിച്ചപ്പോൾ 4.5 കിലോ തൂക്കമുണ്ടായിരുന്നെങ്കിലും മുലപ്പാൽ വലിച്ചു കുടിക്കാൻ പോലുമുള്ള ആരോഗ്യം കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല. പാൽ കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇവന് കരച്ചിലൊന്നുമില്ല. അങ്ങനെ പാൽ കൊടുത്ത് നോക്കുമ്പോൾ ഇവൻ പാലൊന്നും വെറുതെ വെച്ചുകൊടുത്ത് പാലൊന്നും കുടിക്കണില്ല, വലിക്കണില്ല, കണ്ണൊന്നും തുറക്കണില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇവൻ്റെ കൈയൊക്കെ തളർന്നെടുക്കുന്നത്. ഞങ്ങൾ ICU നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ വലത്തെ കൈ പറഞ്ഞത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കണം. പ്രസവ സമയത്ത് ഡോക്ടറിൽ നിന്നുണ്ടായ വീഴ്ചയാണ് കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൊച്ചിനെ വലിച്ചു പറിച്ചു എന്നുവെച്ചാൽ ഒരു ചെടിയുടെ മരത്തിൻ്റെ കട എങ്ങനെ പറിച്ചെടുക്കണം ആ മാതിരിയാണ് എൻ്റെ മോനെ വലിച്ചു പറിച്ചെടുത്തത് അവർ. ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ മോനെ എടുത്തത്. ഈ സിസ്റ്റർമാർ എൻ്റെ 2 കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ച്, അത് കഴിഞ്ഞ് അവിടെ ജോലിക്ക് നിൽക്കണ 2 ചേച്ചിമാർ എൻ്റെ കാല് 2 മുകളിലേക്ക് പൊക്കി ഇങ്ങനെ പിടിച്ച് ബലം പിടിച്ചിട്ടുണ്ട്. എനിക്ക് അനങ്ങാൻ പറ്റണില്ല. ഞാൻ വിചാരിച്ചു പഠിച്ചോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാമനും കൂടി പറ്റാത്ത അവസ്ഥയിൽ എന്നെ ആക്കിക്കളഞ്ഞു. ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് കിടപ്പിലായ നിഹാലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹായവും ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും മരുന്നിന് പോലും തികയുന്നില്ല. അതിനിടെ ഡോക്ടർമാർ നൽകിയ പരാതിയിലെടുത്ത കേസും നവാസിനും കുടുംബത്തിനും നേരിടേണ്ടി വരുന്നു. ക്രിമിനൽ കേസാണ് കൊടുത്തേക്കണത്. അവരെ വീട്ടിൽ നമ്മൾ ആക്രമിക്കാൻ ചെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തേക്കണത്. അപ്പോൾ ആ കേസ് ഇപ്പോൾ ഞങ്ങളെ ഫാമിലി മാത്രമേ ഉള്ളൂ. 7 ആൾക്ക് കേസ് കൊടുത്ത് അതിപ്പോൾ ജാമ്യം എടുത്ത് ഇപ്പോൾ ആ കേസ് ഇപ്പോൾ മാസം വിളിക്കുമ്പോൾ നമ്മൾ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലും പറ്റുന്ന പോലെ മകന് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. അതിൽ പുരോഗതിയും കാണുന്നുണ്ട്. നിഹാൽ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കുമെന്നും സംസാരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം. പക്ഷെ അതിന് ചികിത്സ തുടർച്ചയായി നൽകേണ്ടതുണ്ട്. എൻ്റെ ജീവിതകാലം കഴിഞ്ഞ് എൻ്റെ മോനെ ആര് നോക്കൂന്നുള്ള പേടിയാണ് എനിക്കിപ്പോഴും. എണീച്ചവനൊന്ന് നടന്ന് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അവന് ആക്കി കിട്ടണമെന്നുണ്ട്. പ്രതീക്ഷയുണ്ട് എനിക്ക്. സർക്കാർ ആശുപത്രിയിലെ വീഴ്ച നിശ്ചലമാക്കിയ നിഹാലിനും നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. മികച്ച ചികിത്സ ഉറപ്പാക്കിയാൽ അവൻ എഴുന്നേറ്റ് നടക്കും. നൗഫിയയുടെയും നവാസിന്റെയും മുഖത്ത് നോക്കി ഉമ്മ ഉപ്പ എന്ന് വിളിക്കും. അതിന് സർക്കാർ അവർക്ക് താങ്ങാകണം.